എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ. അപ്പൊ രാവിലെ പ്രമോ വിശേഷം ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുൾ വിശേഷം വരുമ്പോ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാന്ന്. അപ്പൊ കുറേ ലേറ്റ് ആയിട്ടാ വന്നാട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷം അങ്ങോട്ട് കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ മുറിയിലിരിക്കുന്ന സമയത്താണ് ഗോമതി മുറിയിലേക്ക് വരുന്നത്. അപ്പം ബാലൻ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കടയിലെ. ഗോമതി വന്നിട്ട് അതെ, മീനാക്ഷിക്ക് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയണേ. വിഷമങ്ങൾ ഉണ്ടായിരുന്നു എന്ത്? അല്ല, അവള് ഓഫീസിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാം. എന്ത് പ്രശ്നം? ഏതോ സാമൂഹ്യ പ്രവർത്തകയോ രാഷ്ട്രീയക്കാരെയോ ആരൊക്കെ വന്നോ, പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എല്ലാ കുറ്റങ്ങളും മീനാക്ഷിയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കി. അത് മോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇവിടെ വന്നിട്ട് മുറി അടച്ചിരുന്നു. പിന്നെ ഞാൻ പോയി സമാധാനിപ്പിച്ചു. ഇപ്പൊ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയണം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, നീ എന്നിട്ട് എന്താ എന്നോട് പറയായിരുന്നെന്ന് ചോദിക്കുക. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ബാലേട്ടാ, ഞാൻ പറഞ്ഞു ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, അതെ, ഞാൻ ആദ്യം അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവളെ കൂടി ഇഷ്ടമില്ലായിരുന്നു. പക്ഷേങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അവളെ മനസ്സിലായി. ഇപ്പൊ ഈ കുടുംബത്തില് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുവന്നതില് ഒരു നല്ല പങ്ക് തന്നെ അവള് വഹിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അവള് ഈ കുടുംബത്തിന്റെ മരുമോളല്ല, മോള് തന്നെയാന്ന് പറയണം. ഇതേടെ മീനാക്ഷി പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാ. എനിക്ക് അവളോട് അത്രയ്ക്ക് കാര്യമാണ്. കാരണം ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പം അവളാണ് മുന്നിട്ടിറങ്ങി എന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് പറയാം. ബാലൻ പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. ഇനി എന്തേലും ഉണ്ടെങ്കിൽ അവളോട് പറയാൻ പറയണം കേട്ടോ. അവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയണം. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമുക്ക് തന്നെ അതൊക്കെ പരിഹരിക്കണമെന്ന് പറയാം. കിടന്ന് ഗോമതി പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. ഈ സമയം മീനാക്ഷിയും ആകാശും കൂടെ മുറി സംസാരിച്ചുകൊണ്ടിരിക്കുക. ആകാശിനോട് മീനാക്ഷി പറഞ്ഞു, ഒരു പക്ഷേങ്കിലേ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഓഫീസിലായാലും ശരി എവിടെയാണ് ശരി നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട്, പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല. ആകാശം എന്ന് പറയണ ആദ്യം എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, വല്ലാത്ത സങ്കടവും വിഷമമൊക്കെ ആയിരുന്നു. ആ വിഷമത്തോടുകൂടി ഞാൻ ഇങ്ങോട്ട് വന്നേ. പക്ഷെ ഇവിടെ വന്ന് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വന്ന് എനിക്ക് വേണ്ടുന്ന പ്രചോദനമൊക്കെ നൽകി. കുടുംബത്തിന് ഫുൾ സപ്പോർട്ട് ഉണ്ട്, പിന്നെ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്ത് വന്നാലും നമുക്ക് സഹിക്കാം അല്ലെങ്കിൽ താങ്ങാന്നൊരു അവസ്ഥയുണ്ട്. ഇപ്പൊ എനിക്ക് എന്താണോ ആ ഒരു ശക്തി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിനി പേടിക്കണ്ടെന്ന് പറയണം. ആകാശം പറഞ്ഞു, അതെ, നിനക്ക് എന്തെങ്കിലും വിഷമമൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ഈ കുടുംബത്തിന് ഒരു നെടുന്തൂണ് തന്നെയല്ലേ നീ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന്റെ ബാക്കി എല്ലാവരും തളർന്നു പോകും. നിന്റെ ആ മനസാന്നിധ്യം അതെപ്പോഴും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. അതിന്റെ നാലിലൊന്നു പോലും എനിക്കില്ല എന്ന് പറയണം. ഇത് മീനാക്ഷി പറഞ്ഞു, ഇനി ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും വേർത്ത് വിഷമിക്കണ്ട. ഇപ്പൊ ഞാൻ എന്താണല്ലോ ഓക്കെ ആയി, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണാമാടം വിളിക്കുകയാണ്. വീണാമാടം ആണല്ലോ, കോൾ എടുക്കട്ടെ എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. എന്താ മാഡം, ഞാൻ ആത്മഹത്യ എന്ന് കരുതിയെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ ഇപ്പൊ വിളിച്ചേ? അല്ല മീനാക്ഷി, നിനക്ക് വിഷമം ഉണ്ടോന്ന് അറിയാൻ പറ്റ. വിഷമോ? അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ട് കളഞ്ഞില്ലേ. അതെ, സൂക്ഷിക്കണം കേട്ടോ. അവരങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല. എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിലും അവരിങ്ങോട്ടേക്കൊന്ന് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. എനിക്കിപ്പം മീനാക്ഷിക്ക് ആ പഴയ സങ്കടവും വിഷമമൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോഴാണ് വീണ മാഡത്തിന് ശരിക്കും ഒരു സന്തോഷമായത്. എന്നാൽ ശരി, കിടന്നോളം പറയണം. അങ്ങനെ ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേനും ആകാശം എന്നിട്ട് പറഞ്ഞു, വീണാമാടം അല്ലേ? അതെ, മാഡത്തിന് ഭയങ്കര വിഷമമായി പോയി. കാരണം ഞാൻ ഇന്ന് വരെ സത്യസന്ധതയോട് കൂടിയിട്ടല്ലേ അവിടെ പെരുമാറിയിട്ടുള്ളൂ, അതുകൊണ്ടാന്ന് പറയാണ്. ആ സമയം കൃഷ്ണമംഗലത്ത് മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശിന്റെ ഫോട്ടോയ്ക്ക് പിന്നെ നിന്ന് പറയണം, മിത്രമോള് പോയ പിന്നെ ഈ കുടുംബത്തിൽ ഒരു സമാധാന സന്തോഷമൊന്നും വന്നിട്ടില്ല. അപ്പൊ മുത്തശ്ശി ഇപ്പം മാറിയിട്ടുണ്ട്. പഴയ മുത്തശ്ശി മാറിയിട്ട് ഇപ്പൊ വേറെ പുതിയ മുത്തശ്ശിയൊക്കെയാ വന്നിരിക്കുന്നത് കേട്ടോ. മിത്രമോൾ ഈ കുടുംബത്തിൽ നിന്ന് പോയതിന് ശേഷം ഒരു സമാധാന സന്തോഷമൊന്നും കുടുംബത്തിൽ എന്താന്ന് പോലും അറിഞ്ഞിട്ടില്ല. ആ 101 പവനും എടുത്തോണ്ട് പോയതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മിത്രമോളെ കുറ്റപ്പെടുത്തുക. എത്രയും പെട്ടെന്ന് മിത്രമോൾ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അത് മാത്രം ഒരു സമാധാനം. രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒന്നായി പോയാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലെ വിഷമങ്ങളൊക്കെ. ആ സമയത്ത് അനന്തനും അലോകും അച്യുതനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തനോട് അച്യുതൻ പറഞ്ഞു, അതെ പറഞ്ഞല്ലോ, അലോകിന്റെ കൂടെ ഒരു പയ്യൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അവന് നമ്മുടെ ബിസിനസ്സിൽ ചേരാണ്ട് താല്പര്യമുണ്ടെന്ന് പറയണേ. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അന്തം പറഞ്ഞാൽ അതൊന്നും ശരിയാകത്തില്ല, പുറത്തുനിന്നുള്ള ആള് നമ്മുടെ കമ്പനിയിലേക്ക് വരണ്ടെന്ന് പറയണേ. അലോക് പറഞ്ഞു, വല്യച്ച അവൻ നല്ലവനാ, പോരാത്തിന് ആവശ്യത്തിനേറെ പണമുണ്ട്, അപ്പം നമ്മുടെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തോടെ നല്ലതായിരിക്കും എന്ന് പറയണം. എന്ത് തന്നെയാണെങ്കിലും ഇതുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ട് രാജേശ്വരി വരുന്നത്. രാജേശ്വരി വന്നിട്ട് പറഞ്ഞു, അതെന്താ ഉൾപ്പെടുത്തിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. അലോക് പറഞ്ഞു, അത് ശരിയാമേന്ന് പറയണം. അച്യുതൻ പറഞ്ഞു, അല്ല ഇതിനു മുമ്പ് മിത്രയായിരുന്നല്ലോ, ബോർഡ് മെമ്പറൊക്കെ ആയിരുന്നല്ലോ മിത്ര, എന്നിട്ട് എന്താ സംഭവിച്ചേ? അവസാനം അവൾ ഇട്ടെറിഞ്ഞിട്ട് പോയില്ലേ, ഈ കുടുംബത്തിനെ ചതിച്ച് അങ്ങോട്ട് ഇറങ്ങി പോയില്ലേ? അലോക് പറഞ്ഞു, അത് മാത്രമല്ല എന്റെ കല്യാണവും മുടങ്ങിയില്ലേ, എന്റെ ജീവിതം തകർത്തിട്ട് അവളങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന് പറയാം. രാജേശ്വരി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കൊടുക്കണം മോനെ. എന്നിട്ടിപ്പോഴോ പുറത്തുനിന്ന് ഒരാൾ വരുവാന്ന് പറഞ്ഞു കഴിയുമ്പത്തിന് എന്തുമാത്രം ബുദ്ധിമുട്ടാന്ന് വെക്കേ. ഇത് കേട്ടെന്ന് നന്ദിത് പറഞ്ഞു, അതിന്റെ കാര്യമുണ്ട് രാജേശ്വരി, നമ്മുടെ കുടുംബമായിട്ടുള്ള കമ്പനിയാണിത്. അതിന്റെ ഇടയ്ക്ക് ഇന്ന് പുറത്തുനിന്ന് ഒരാൾ കയറി ഒന്ന് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം. അനന്തം പറഞ്ഞു, അത് ശരിയാ, അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകണ്ട, അതിനോട് എനിക്കും താല്പര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടോ അച്ഛനും പറഞ്ഞു, അതിന് ഒരാൾ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയല്ലോ എന്ന് പറയണം.
അവസാനം നന്ദിത പറഞ്ഞൊരു കാര്യം ചെയ്യാം, അമ്മ വരട്ടെ, അമ്മയും കൂടെ കൂടി ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ട് മുത്തശ്ശി ഇറങ്ങി വരുവാണ്. എന്താ എന്താ അവിടെ പ്രശ്നമെന്ന് ചോദിക്കണം. പെട്ടെന്ന് അന്ന് കാര്യങ്ങളൊക്കെ പറയണം. ഇതുപോലെ അമ്മേ, പുറത്തുനിന്ന് ഒരാള് അലോകിന്റെ കൂട്ടുകാരനാ, അവന് ബിസിനസ് ചെയ്യാൻ നമ്മുടെ കമ്പനിയോടൊപ്പം ഞാൻ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അനന്തനോട് ചോദിച്ചു, നിന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കുക. പുറത്തുനിന്ന് ഒരാൾ വേണ്ടെന്ന് എന്റെ അഭിപ്രായം. നന്ദിതയോടോ എന്റെ അഭിപ്രായം അങ്ങനെ തന്നെയാന്ന് പറയണം. അലോക് പറഞ്ഞു, ദേ മുത്തശ്ശി നല്ല ആളാ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഭൂരിപക്ഷം വേണ്ട ഒരു കാര്യത്തിൽ, അതുകൊണ്ട് അതില്ലല്ലോ, അതുകൊണ്ട് ഈ തീരുമാനം ഇവിടെ നടപ്പാൻ പോകുന്നില്ല. പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ കമ്പനിയിലേക്ക് കയറണ്ടെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല. രാജേശ്വരിക്ക് ദേഷ്യം വന്നു. രാജേശ്വരി അങ്ങോട്ട് പോവാണ്. പിന്നീട് അനന്തനെ അച്ഛനെ അടുത്ത് നിർത്തിയിട്ട് മുത്തശ്ശി പറഞ്ഞു, ഇത്രയും നാളെ ഈ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, രണ്ടുപേർക്കും ഒരേ മനസ്സായിരുന്നു. പക്ഷെ ഇപ്പോഴാദ്യമായിട്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നായിട്ട് വേണം എപ്പോഴും പോകാനായിട്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായ ഭിന്നതയൊന്നും ഒരിക്കലും കാണില്ല, അറിയാലോ എന്ന് പറയണം. ശരിയെന്ന് പറയണം. ഈ സമയം പിറ്റേ ദിവസം തന്നെ ബാലൻ എന്ത് ചെയ്യണം, ജ്യോതിഷനെ കാണാനായിട്ട് പോവാണ്. അപ്പം ഇനിയിപ്പോൾ ജാതകങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഉദയഭാനു സാറും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാലനും ഉദയഭാനു സാറും കൂടെ ജാതകങ്ങളൊക്കെ നോക്കാനായിട്ട് അങ്ങനെ ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് പുള്ളിക്കാരൻ ജാതകം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാലിന് ഭയങ്കര ടെൻഷനാണ്. എങ്ങനെ എന്താവും അറിയത്തില്ല. അങ്ങനെ കുറേ സമയം പുള്ളിക്കാരൻ രാശിഫലയെല്ലാം കവടിയെല്ലാം നിരത്തി നോക്കിയിട്ട് പറഞ്ഞു, ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ട്. അല്ല, കുട്ടികൾ തമ്മിൽ കണ്ടെത്തിയ ബന്ധമാണെന്ന് ചോദിക്കുക. ഇത് അല്ലാന്ന് പറയണം. പിന്നീട് ബാലൻ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടെ കണ്ടെത്തിയതാന്ന് പറയണം. അതാ കാരണവന്മാരുടെ ഒരു അനുഗ്രഹം കാണുന്നുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ തമ്മിൽ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല പൊരുത്തമുണ്ട്, നല്ല ഉത്തമ പൊരുത്താം, അവർ തമ്മിൽ വിവാഹം നടന്നോളൂ എന്ന് പറയണം. ഇതിനേക്കാളൊരു സന്തോഷം ബാലന് കിട്ടാനുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഉദയഭാനും. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ബാലൻ ഗോമതിനെ വിളിക്കണം. ഗോമതിനെ വിളിച്ചിട്ടുണ്ട്, അതെ ജോത്സ്യനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, നല്ല പൊരുത്തമുണ്ട്, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, ഉടനെ തന്നെ കല്യാണം നടക്കുന്ന പറയണേ. ഇത് കിടന്ന് ഗോമതിക്ക് സന്തോഷമായി, സമാധാനമായി. രക്ഷപ്പെട്ടുള്ള ഭഗവാനെ എന്നൊരു ചിന്തയായിരുന്നു ഗോമതിയുടെ മനസ്സറിയാം. ആനന്ദിന്റെ കല്യാണം നടക്കണം ഇത്രയും കാലം ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ കല്യാണം അങ്ങ് നടക്കാൻ പോവാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അപ്പുറത്തുനിന്ന് നന്ദിത വരുന്നേ. നന്ദിത വന്നിട്ട് ഗോമതിനെ വിളിക്കുകയാണ്. എന്താ നന്ദി, എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ട. അല്ല, കാര്യങ്ങൾ എന്താന്ന് ചോദിക്കുകയാണ്. അല്ല, അത് പിന്നെ മറ്റൊന്നുമല്ല, കുട്ടികളുടെ കാര്യത്തെക്കുറിച്ചാ. മിത്രമോൾക്ക് സുഖമുള്ള അല്ലേന്ന് ചോദിക്കാം. കുഴപ്പമൊന്നുമില്ല. അല്ല, അവരെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കാറുണ്ടോന്ന് ചോദിക്കാം. അന്വേഷിക്കാറുണ്ടോന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാന്നാ കേട്ടത്. അങ്ങോട്ട് പിന്നെ പോകാൻ പറ്റില്ലല്ലോ, അറിയാലോ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആണേലും. അത് ശരിയാ. അല്ല, ഇപ്പം നന്ദിത അങ്ങനെ ചോദിക്കാൻ കാരണം എന്താന്ന് ചോദിക്കണം. ഇത് കേട്ട നന്ദിത പറഞ്ഞു, അല്ല വെറുതെ ഞാനങ്ങനെ ചോദിച്ചെന്നുള്ളെന്ന് പറയാണ്. ഈ സമയത്ത് എന്ത് ചെയ്യുവാണ്, മിത്രേനെയും കൊണ്ട് നേരെ കോളേജിലേക്ക് പോകണം. അങ്ങനെ പോകുന്ന സമയത്ത് നേരെ പണയം വെച്ചെടുത്ത് കയറുവാണ്. പണയം വെച്ചെടുത്ത് അതിന്റെ ഫ്രണ്ട് വണ്ടി നിർത്തിയപ്പം മിത്ര ചിതെന്തായാലും ഇങ്ങോട്ട് വന്നേ, അതൊക്കെ ഉണ്ട്, വാ പറയാന്ന് പറയാം. കാര്യം എന്താന്ന് പറ. ആ വള തിരികെ എടുക്കണമെന്ന് പറയാം. വള തിരികെ എടുക്കാനോ? ആര്യ, വള തിരികെ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ വിശ്വത്തിന് പൈസ കൊടുക്കുന്നത്? അതൊക്കെ ഞാൻ കൊടുത്തോളാം, അതോർത്ത് പേടിക്കേണ്ടെന്ന് പറയണം. ആര്യ, ഭാര്യ ഭർത്താവ് നമ്മൾക്കിടയിൽ ഒരു മറയുടെ ആവശ്യമുണ്ടാവും. നമുക്ക് അതിൻ്റെ ഇടയിൽ അതിൻ്റെ കാര്യമില്ല. അതുകൊണ്ട് രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തം ഉള്ളതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ആ വള പണയം വെച്ച് പൈസയും കൊടുത്താൽ മതി എന്ന് പറയണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ, നീ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞിട്ട് മിത്രയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ ചോദിച്ചു, അല്ലേ എന്താ പെട്ടെന്ന് ആരും പറഞ്ഞു. അതെ, ആ റെസിപ്റ്റ് അങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ നല്ലൊരു വള പണയം വെച്ചിട്ടുണ്ടായിരുന്നു 50,000 രൂപയ്ക്ക്. ആ പൈസ എന്നാ ഇത് വെച്ചോ, പിന്നെ പലിശ എത്ര ഒരു ദിവസത്തേനെ അത് പറഞ്ഞാൽ മതി എന്ന് പറയണം. ഒരു ദിവസത്തെ പലിശയല്ല, 15 ദിവസത്തെ പലിശ ഞങ്ങൾ ഈടാക്കണം എന്ന് പറയണം. എന്നാലും കുഴപ്പമില്ല, ഈടാക്കിയോ വള വേണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അയാൾ പറഞ്ഞു, അതെ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുമായിരുന്നു പറയണം. ഗോമതി സ്റ്റോഴ്സിലെ ബാലന്റെ മോനല്ലേ നിൽക്കുക. അതെ ഞാൻ വിളിക്കാനിരിക്കുന്നു. അല്ല എന്താ കാര്യം എന്താ? അതെ വള കൊണ്ടോക്കോ, വളയുടെ പൈസയൊക്കെ ഇവിടെ നേരത്തെ അടച്ചിട്ടുണ്ടെന്ന് പറയണം. അടച്ചിട്ടുണ്ടോ? ആര്? അത് പിന്നെ അതെന്ന് കൂടെ നിൽക്കണം. കാര്യം പറ, ആരാ അടച്ചത്? അത് മിത്രയുടെ അച്ഛൻ അനന്തനാണ്, അനന്ത സാറൊന്ന് അടച്ചെന്ന് പറയണം. ഇത് കേട്ടത് മിത്രയിലും ആരിലും ഒരു ഞെട്ടനുണ്ടാവണം. അച്ഛൻ വന്ന് അടച്ചെന്ന്, അച്ഛൻ എങ്ങനെ അറിഞ്ഞു നിൽക്കും? അത് പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. അന്നെ കണ്ടോ, ഇതിനെതിരെ ഞാൻ കേസ് കൊടുക്കുന്നൊക്കെ ആരും പറയാണ്. ഞങ്ങൾ ഇവിടെ ഒരു സാധനം കൊണ്ട് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്യാഷ് അടയ്ക്കുന്നത് ഞങ്ങളാന്ന് പറയണത്. ഇത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അതെ ക്യാഷ് ആർക്ക് വേണമെങ്കിലും അടയ്ക്കാം, പക്ഷെ സാധനം കൊടുത്തുകൊണ്ട് അതാ അടച്ച ആളുടെ, ആ പണയം വെച്ച ആളുടെ തന്നെ അടിക്കണമെന്നുണ്ട്. എന്തായാലും പൈസ അവരല്ലേ അടച്ചേ. ഇനിയിപ്പം നിർബന്ധം ഉണ്ടൊരു കാര്യം ചെയ്യാം, ആ പണം അവർക്ക് കൊണ്ട് തിരികെ കൊടുത്താൽ. ഇപ്പം എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അടച്ചു പോലോ, ഇനിയിപ്പോൾ അത് വേണ്ട, അവർക്ക് കൊണ്ട് പൈസ തിരിച്ചു കൊടുത്താലേ ഇതൊരു പ്രശ്നമാക്കരുത്. അറിയാലോ ഞാനൊരു സ്ഥാപനമായിട്ട് ഇരിക്കുന്ന, നാളെ എനിക്കൊരു ചീത്തപ്പൻ ഉണ്ടാവില്ലെന്ന് പറയണം. ഇത് കേട്ടതും ആരും പറഞ്ഞു, അതൊക്കെ നിങ്ങൾ മുൻപേ ചിന്തിക്കണമെന്ന് പറയണം. അങ്ങനെ പറയരുത്, ഇപ്പം എൻ്റെ അഭിമാന പ്രശ്നം കൂടെ എന്ന് പറയണം. അവസാനം മിത്ര പറഞ്ഞു, ആരും വന്നേന്ന് പറഞ്ഞിട്ട് ആരിനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോകണം. അല്ല, ആരിനെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പണം?
അതൊക്കെ ഞാൻ എന്താ ചെയ്തോളാം, നീ ആൾക്ക് തൽക്കാലത്തേക്ക് കയറാൻ പറയാണ്. മിത്ര പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയണം. ആര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോകണ്ടെന്ന്. ഇപ്പം മനസ്സിലായില്ലെന്ന് ചോദിക്കണം. മിത്രയ്ക്ക് നല്ല സങ്കടം വന്നു. പിന്നീട് ഗോമതി അവസാനം നന്ദിത കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മിത്രയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഗോമതി ചോദിച്ചല്ല ഇപ്പം മിത്രയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് പൈസ ഞാൻ കൊടുത്താലോ എന്ന് ആലോചിക്കുക. അതൊന്നും ശരിയാകത്തില്ല, പൈസ കൊടുത്താലൊന്നും അവർ വാങ്ങില്ല എന്ന് പറയണം. അങ്ങനെ പൈസ കൊടുത്താൽ വാങ്ങുമായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കില്ലായിരുന്നു ചോദിക്കണം. അല്ല മിത്രമോൾക്ക് വിഷമമുണ്ടെന്ന് പറയാൻ കാരണം അവൾ വള കൊണ്ടേ പണയം വെക്കാൻ പോയിട്ടുണ്ടായിരുന്നു പറയണം. വള പണയം വെക്കാനാ? അതെ, ഇന്നലെ വള പണയം വെക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് കഷ്ടപ്പെടാൻ തോന്നുന്നു പറയണേ. ഇത് കിടന്നും ഗോമതിയുടെ ഞെട്ടുണ്ടായി. എന്നിട്ട് ഒരു വാക്ക് പോലും അവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞാലേ നന്ദിത അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങോട്ട് സഹായിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു 5 രൂപ പോലും മേടിക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. വള പണയാൻ വെക്കാൻ പോയില്ല, ഗോമതിക്ക് സഹിച്ചില്ല. എൻ്റെ ഭഗവാന് താൻ എന്തൊക്കെയാ കേൾക്കണേ എന്നൊരു ചിന്തയായിരുന്നു ഗോമതിയുടെ ഉള്ളെന്ന് പറയും. അപ്പോഴാണ് ബാലൻ്റെ സ്കൂട്ടി അങ്ങ് വരുന്നുണ്ട്. പെട്ടെന്ന് ഗോമതി അതെ ഞാൻ പോയേക്കുക, നമുക്ക് പിന്നെ കാണാൻ പറഞ്ഞ് ഗോമതി അങ്ങോട്ട് പോകും. ഗോമതി അല്ല നന്ദിത അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും ബാലൻ ഗോമതിയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.